Okay, next topic is assigning values to variables. അതിന് മുന്നേ എന്താണ് വേരിയബിൾ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വാട്ട് ഈസ് എ വേരിയബിൾ? എ വേരിയബിൾ ഈസ് എ ഡാറ്റ നെയിം ദാറ്റ് മേ ബി യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ വാല്യൂസ് ആൻഡ് ഓൾസോ എ വേരിയബിൾ ക്യാൻ ചേഞ്ച് ഇറ്റ്സ് വാല്യൂ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. അതായത് നമ്മളൊരു പ്രോഗ്രാമിൽ ഡാറ്റ റീഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഡാറ്റാസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. മെമ്മറിയിൽ സെർട്ടൻ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ 20 എന്ന് പറഞ്ഞ ഒരു ഡാറ്റ റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റാമിൽ ഏതെങ്കിലും സെർട്ടൻ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതിനൊരു ആ ലൊക്കേഷൻ ഒരു അഡ്രസ്സും ഉണ്ടാവും. പക്ഷേ ഈ ഒരു അഡ്രസ്സ് യൂസ് ചെയ്ത് ഈ വാല്യൂ ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ അഡ്രസ്സ് ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഈ ലൊക്കേഷന് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ലൊക്കേഷന് ഒരു നെയിം കൊടുക്കും. ആ നെയിമിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡാറ്റ നെയിം ദാറ്റ് മേ ബി യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ വാല്യൂസ് സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ്റെ നെയിമിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേരിയബിൾ മസ്റ്റ് ബി ഡിക്ലെയർഡ് ബിഫോർ ദേ ആർ യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാം. അല്ലേ, വേരിയബിൾസ് മസ്റ്റ് ബി ഡിക്ലെയർഡ് യൂസിങ് ദ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻറ്റ് എ. അപ്പോൾ ഇങ്ങനെ ഒരു എ എന്ന് പറഞ്ഞ വേരിയബിൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പൈലർ എ എന്ന് പറഞ്ഞ വേരിയബിളിന് വേണ്ടിയിട്ട് ഒരു 2 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ദെൻ എ എന്ന് പറഞ്ഞ വേരിയബിളിന് ദെൻ എ ഈക്വൽ ടു 10 എന്ന് നമ്മൾ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ ഈ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ദെൻ പിന്നെ നമുക്ക് എ ഈക്വൽ ടു നമുക്ക് ചേഞ്ച് ചെയ്യാം. വേരിയബിൾ ക്യാൻ ചേഞ്ച് ദയർ വാല്യൂ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. എ ഈക്വൽ ടു 10 ഉള്ളത് എ ഈക്വൽ ടു 20 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദെൻ ഈ 10 മാറ്റിയിട്ട് അവിടെ 20 സ്റ്റോർ ചെയ്യും. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നെക്സ്റ്റ്, അസൈനിങ് വാല്യൂസ് ടു വേരിയബിൾസ്. അതായത് ദ വേരിയബിൾസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ എക്സ്പ്രഷൻസ് മസ്റ്റ് ബി അസൈൻഡ് വാല്യൂസ് ബിഫോർ ദേ ആർ എൻകൗണ്ടേർഡ് ഇൻ ദ പ്രോഗ്രാം. അതായത് ഒരു എക്സ്പ്രഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾ അല്ല, ഒരു എക്സ്പ്രഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് മസ്റ്റ് ബി അസൈൻഡ് വാല്യൂസ് ബിഫോർ ദേ ആർ എൻകൗണ്ടേർഡ് ഇൻ ദ പ്രോഗ്രാം. ഒരു എക്സ്പ്രഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ യൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾസ് മസ്റ്റ് ബി അസൈൻഡ് വാല്യൂസ്. ആ വേരിയബിൾസിന് വാല്യൂസ് കൊടുക്കൽ നിർബന്ധമാണ് ബിഫോർ ദേ ആർ എൻകൗണ്ടേർഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാല്യൂ ഈക്വൽ ടു എമൗണ്ട് പ്ലസ് ഇൻഡ് റേറ്റ്, ഇനീഷ്യൽ റേറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻറ്റു എമൗണ്ട്. ഓക്കെ, എമൗണ്ട് പ്ലസ് ഇൻ റേറ്റ് ഇൻറ്റു എമൗണ്ട്. ഇതിൽ എമൗണ്ടിനും ഇൻ റേറ്റിനും ഈ ഒരു എക്സ്പ്രഷൻ്റെ മുന്നേ തന്നെ വാല്യൂസ് കൊടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഗാർബേജ് വാല്യൂസ് വെച്ചിട്ടായിരിക്കും ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സ്പ്രഷനിൽ വാരിയബിൾസ് വരുമ്പോൾ ആ എക്സ്പ്രഷൻ്റെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള വാരിയബിൾസ് മസ്റ്റ് ബി ഗിവ് വാല്യൂസ് ബിഫോർ ദേ ആർ എൻകൗണ്ടേർഡ് ഇൻ ദി എക്സ്പ്രഷനിൽ ആ വാരിയബിൾസ് വരുന്നതിന് മുന്നേ തന്നെ ആ വാരിയബിൾസിന് വാല്യൂ കൊടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, ദെൻ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന വേരിയബിളിന് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വരുന്ന വാല്യൂവിന് വാല്യൂ കൊടുത്തോളണം നിർബന്ധമില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിനെയാണ്
ടാർഗറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന LHSൽ വരുന്ന വേരിയബിളിനെയാണ് എന്ത് ടാർഗറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. കാരണം ഇവിടെ അതിന് ടാർഗറ്റ് വേരിയബിൾ എന്ന് പറയാൻ കാരണം ഇവിടെ RHSലുള്ള എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളാണ് LHSലെ വേരിയബിൾ. അതുകൊണ്ടാണ് ഈ LHSലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വേരിയബിളിനെ ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത്. RHSലെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ആയതുകൊണ്ടാണ് അതിനെ ടാർഗറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നത്. ആ ഒരു അസൈൻ ചെയ്യാനുള്ള രീതി ഏതൊക്കെയാണ്? 2 രീതിയിൽ വേരിയബിൾസിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാം. ഫസ്റ്റ് വൺ യൂസിങ് ദി അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് വൺ റീഡിങ് ഡാറ്റ ഫ്രം കീവേഡ്. ഫസ്റ്റ് വൺ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് വേരിയബിൾസിന് വാല്യൂ കൊടുക്കാം. രണ്ടാമത്തത് കീബോർഡിൽ നിന്നും ഡാറ്റ സ്കാൻഎഫ് എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്തിട്ട് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. അങ്ങനെ 2 രീതിയാണ് വേരിയബിളിന് വാല്യൂ കൊടുക്കാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ വാല്യൂ ക്യാൻ ബി അസൈൻഡ് ടു വേരിയബിൾ യൂസിങ് ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു എന്നുള്ള ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാം. യൂസിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് വേരിയബിൾ നെയിം ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അങ്ങനെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് വാല്യൂ അസൈൻ ചെയ്യാനുള്ള സിൻറ്റാക്സ് ആണ് വേരിയബിൾ നെയിം ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. LHSൽ ആ വേരിയബിൾ നെയിം ഫോർ എക്സാമ്പിൾ വേരിയബിൾ നെയിം A ആണെങ്കിൽ A ഈക്വൽ ടു എന്ത് വാല്യൂ ആണോ നമ്മൾ എയിലേക്ക് അസൈൻ ചെയ്യേണ്ടത് ആ വാല്യൂ. ഇപ്പോൾ 10 ആണ് അസൈൻ ചെയ്യുമെങ്കിൽ A ഈക്വൽ ടു 10. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഇനീഷ്യൽ വാല്യൂ ഈക്വൽ ടു 0. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്, അതിലേക്ക് 0, അതൊരു ഇൻറ്റിജർ വേരിയബിൾ ആണ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആവാം, കാരണം 0 എന്നുള്ള വാല്യൂ ആണ് ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം ഇതിന് മുന്നേ. ഈ ഒരു ഇനീഷ്യൽ വാല്യൂ ഈക്വൽ ടു 0 എന്നുള്ള എക്സ്പ്രഷൻ്റെ മുന്നേ ഇനീഷ്യൽ വാല്യൂ ഡിക്ലെയർ ചെയ്യണം. എന്നിട്ടാണ് ഇനീഷ്യൽ വാല്യൂ ഈക്വൽ ടു 0 അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് 0 എന്നുള്ള വാല്യൂ അതിലേക്ക് അസൈൻ ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ഫൈനൽ വാല്യൂ ഈക്വൽ ടു 100. അപ്പോൾ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്, അതിലേക്ക് 100 എന്ന് പറഞ്ഞ ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പറഞ്ഞ പോലെ തന്നെ ഫൈനൽ വാല്യൂയും ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യണം. 100 അല്ല, ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. ഇൻറ്റ് ഫൈനൽ വാല്യൂ എന്ന് ഡിക്ലെയർ ചെയ്യൽ നിർബന്ധമാണ്. അതിന് ശേഷം മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇൻറ്റ് ഫൈനൽ വാല്യൂ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ വാല്യൂവിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഫൈനൽ വാല്യൂ ഈക്വൽ ടു 100 എന്ന് കാണുമ്പോൾ ഈ 100 എന്നുള്ള വാല്യൂ ഈ അലോക്കേറ്റ് ചെയ്ത മെമ്മറി സ്പേസിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ബാലൻസ് ഈക്വൽ ടു 75.84. അപ്പോൾ ബാലൻസ് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ് അതിലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലോട്ട് വേരിയബിളായിട്ട് ബാലൻസ് ഡിക്ലെയർ ചെയ്യണം. അതുപോലെ എസ് ഈക്വൽ ടു എക്സ്, എസ്സിലേക്ക് ഒരു ക്യാരക്ടറാണ് എസ്സിലേക്ക് വന്നത്. അപ്പം ക്യാർ എസ് എന്ന് ഡിക്ലെയർ ചെയ്യൽ നിർബന്ധമാണ്. ക്യാർ എസ്. അപ്പോൾ എസ്സിലേക്ക് ഒരു ഒരു ക്യാരക്ടർ അസൈൻ ചെയ്യാം. അപ്പോൾ ക്യാറിന് ഒരു 1 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൽ എക്സ് എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാം. എസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈ മെമ്മറി ലൊക്കേഷനിൽ എസ്സിന് വേണ്ടിയിട്ടുള്ള അലോക്കേറ്റ് ചെയ്ത മെമ്മറി സ്പേസിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരേ ലൈനിൽ നമുക്ക് കൊടുക്കാം. സെമിക്കോളൻ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ബാലൻസ് ഈക്വൽ ടു 75.84 സെമിക്കോളൻ കൊടുത്തിട്ട് അതേ ലൈനിൽ എസ് ഈക്വൽ ടു എക്സ് എന്ന് അങ്ങനെ ഒന്നിൽ കൂടുതൽ, ഇനി വേണമെങ്കിൽ A ഈക്വൽ ടു 10 സെയിം ലൈനിൽ അങ്ങനെ കൊടുക്കാം. അത് നല്ല വാലിഡാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ ഈക്വൽ ടു ഇയർ പ്ലസ് 1.
ഇയർ ഈക്വൽ ടു ഇയർ പ്ലസ് 1. അപ്പോൾ ഓൾറെഡി ഇയർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിലൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. ഇയർ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇൻറ്റ് ഇയർ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. ഇൻറ്റ് ഇയർ ദെൻ ഇയർ ഈക്വൽ ടു 2000, ഇയർ ഈക്വൽ ടു 2000 എന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇൻറ്റ് ഇയർ എന്ന് കാണുമ്പോൾ ഇയറിന് ഒരു 2 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇയർ ഈക്വൽ ടു 2000 കാണുമ്പോൾ 2000 എന്ന് അതിലേക്ക് വാല്യൂവും അസൈൻ ചെയ്യും. നെക്സ്റ്റ് ഇയർ ഈക്വൽ ടു ഇയർ പ്ലസ് 1. ഇയറിൽ ഇപ്പോൾ എന്താ ഉള്ളത് 2000 അല്ലേ. അപ്പോൾ 2000 പ്ലസ് 1 അതിലേക്ക് 1 ആഡ് ചെയ്യും. 2000ലേക്ക് 1 ആഡ് ചെയ്താൽ 2001. അത് ഇയറിൽ ഇതാണ് ഇയറിൻ്റെ മെമ്മറി ലൊക്കേഷൻ. അതിലേക്ക് 2000 ഈ 2000 എന്ന് മാറിയിട്ട് 2001 സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതും വാലിഡാണ്. അപ്പോൾ അത് ഒരു എക്സ്പ്രഷനാണ് വേരിയബിൾ പ്ലസ് 1. അപ്പോൾ ഇവിടെ RHSൽ വന്നിട്ടുള്ള ഒരു വേരിയബിളാണ് ഇയർ. അപ്പോൾ ഈ ഇയർ മസ്റ്റ് ബി അസൈൻഡ് വാല്യൂസ്. അപ്പം ഇങ്ങനെ എക്സ്പ്രഷൻ വരുമ്പം RHSൽ വരുന്ന വേരിയബിളിന് നിർബന്ധമായിട്ടും ഒരു വാല്യൂ അസൈൻ ചെയ്യണം. ഇവിടെ ഇയർ ഈക്വൽ ടു 2000 കൊടുക്കണം, അല്ലെങ്കിൽ എറർ വരും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇയർ ഈക്വൽ ടു 2000 എന്നുള്ള ഇല്ല, ജസ്റ്റ് ഇൻറ്റ് ഇയർ ഉണ്ട്. ഇൻറ്റ് ഇയർ എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റ് ഇയർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെമ്മറിയിൽ ഒരു 2 ബൈറ്റ് അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഗാർബേജ് വാല്യൂസ് ആയിരിക്കും. ഗാർബേജ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും. ബ്ലാങ്ക് ആയിട്ടല്ല ഉണ്ടാവുക, മെമ്മറിയിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടാവും, ഒരു വാലിഡ് അല്ലാത്ത ഇൻവാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും വാല്യൂസ്. അപ്പോൾ 10 11 എന്തെങ്കിലും ഒരു വാല്യൂസ് ഉണ്ടാവും. ആ ഗാർബേജ് വാല്യൂയിലേക്ക് 1 ആഡ് ചെയ്യും. ഇപ്പോൾ 1011 ആണ് അതിൽ ഗാർബേജ് വാല്യൂ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് 1 ആഡ് ചെയ്യും. 1012 ആയിട്ട് അതായിരിക്കും അതിലുള്ള ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഒരു എക്സ്പ്രഷൻ്റെ RHSൽ വേരിയബിൾസ് വരികയാണെങ്കിൽ ആ വേരിയബിൾ അതിന് മുന്നേ തന്നെ ഇനീഷ്യലൈസ് ചെയ്യൽ, വാല്യൂ അസൈൻ ചെയ്യൽ നിർബന്ധമാണ്. 2000 എന്ന് കൊടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ ആവുമ്പോൾ ഇവിടെ 2000 എന്നുള്ള വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. 2000ലേക്ക് 1 ആഡ് ചെയ്യും. ദെൻ അതാണ് പിന്നെ ഇയറിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് during assignment operation, C converts the type of value. C converts the type of value on the RHS to the type on the LHS. This may involve truncation when real value is converted to an integer. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ രണ്ട് വേരിയബിൾ ഉണ്ട്, ഇൻറ്റ് എ ആൻഡ് ഫ്ലോട്ട് ബിയിലേക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ബി ഈക്വൽ ടു 20.5 കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എ ഈക്വൽ ടു ബി ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻറ്റ് എ എന്ന് കാണുമ്പോൾ ഒരു 2 ബൈറ്റ് മെമ്മറി എക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യും. ദെൻ ഫ്ലോട്ട് ബി എന്ന് കാണുമ്പോൾ ഒരു 4 ബൈറ്റ് മെമ്മറി ബിക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യും. ബി ഈക്വൽ ടു 20.5 അതിൽ 20.5 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് എ ഈക്വൽ ടു ബി എയിലേക്ക് അസൈൻ ചെയ്യുകയാണ്. പക്ഷേ ഈ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ട് LHSലും RHSലും ഉള്ള വേരിയബിളിൻ്റെ ടൈപ്പ് ഡിഫറൻ്റ് ആണ്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ LHSൻ്റെ ടൈപ്പ് RHSലേക്ക് കൺവേർട്ട് ചെയ്യും. During assignment operation, C convert the type of value on the RHS. RHSലുള്ള വേരിയബിളിലുള്ള വാല്യൂൻ്റെ ടൈപ്പ് LHSലെ വാല്യൂയിലേക്ക് LHSലുള്ള വേരിയബിളിൻ്റെ ഉള്ള വാല്യൂവിലേക്ക് മാച്ച് ചെയ്തുകൊണ്ട് കൺവേർട്ട് ചെയ്യും. അതായത് ബി എന്ന് പറയുന്നത് ഫ്ലോട്ട് അല്ലേ, പക്ഷേ എ എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റിജറാണ്. അപ്പോൾ ബിയിലുള്ള ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ 20.5 എന്നുള്ളതിനെ ഇൻറ്റിജറാക്കി മാറ്റും. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 20 ആക്കി മാറ്റും. ആ ഇൻറ്റിജർ പാർട്ട് മാത്രം എടുത്തിട്ട് അത് എയിൽ സ്റ്റോർ ചെയ്യും.
ഇതാണ് പറഞ്ഞത് ഡ്യൂറിങ് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ സി കൺവേർട്ട് ദ ടൈപ്പ് ഓഫ് വാല്യൂ ഓൺ ദ ആർ എച്ച് എസ്. ടൈപ്പ് ഓഫ് വാല്യൂ ഓൺ ദ ആർ എച്ച് എസ് എന്ന് പറഞ്ഞാൽ ബി ആണ് ആർ എച്ച് എസിലുള്ള. അതിലുള്ള ബീൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞത് ഇൻറ്റിജറാണ്. ബിയിലെ വാല്യൂവിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറാണ്. അതിനെ കൺവേർട്ട് ചെയ്യും എങ്ങോട്ട്? ടു ദ ടൈപ്പ് ഓഫ് ദി എൽ എച്ച് എസ്. എൽ എച്ച് എസിൻ്റെ ടൈപ്പായിട്ട് 20.5 എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിനെ എയുടെ ടൈപ്പ് ഇൻറ്റിജറാണ്, ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യും. 20.5നെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും? അത് ഇൻറ്റായിട്ട് മാറും. അപ്പോൾ ഇൻറ്റ് 20 ആണ് എയിൽ സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ ദിസ് മേ ഇൻവോൾവ് ട്രങ്കേഷൻ വെൻ റിയൽ വാല്യൂ ഈസ് കൺവേർട്ടഡ് ടു ആൻ ഇൻറ്റിജർ. അപ്പം അങ്ങനെ ഒരു റിയൽ വാല്യൂ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം അത് ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ട്രങ്കേഷന് കാരണമാവും. ഫ്രാക്ഷൻ പാർട്ട് ഒഴിവായി പോകും. ഇവിടെ തന്നെ 20.5 എന്നുള്ള റിയലിനെ ഇൻറ്റിജറിലേക്ക് കൺവേർഷൻ വന്നപ്പോൾ ആ 0.5 എന്നുള്ളത് ഒഴിവായി, ട്രങ്കേറ്റ് ചെയ്തു പോയി, 20 മാത്രമായിട്ട് മാറി. ഓക്കെ, അതായത് ടൈപ്പ് കൺവേർഷൻ റിയലിന് ഇൻറ്റിജറിലേക്ക് വരുമ്പോൾ ദാറ്റ് ഇൻവോൾവ് ട്രങ്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് then it is also possible to assign a value to a variable at the time of variable declaration. അതായത് വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പം തന്നെ നമുക്ക് വാല്യൂ അസൈൻ ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ സിൻറ്റാക്സ് ആണ് ഡാറ്റ ടൈപ്പ് വാരിയബിൾ നെയിം. ഇതാണ് ഡിക്ലറേഷൻ. ആ വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ അസൈൻ ചെയ്യുകയും ചെയ്യാം യൂസിങ് ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. data type variable name equal to constant. For example, int final value declaration. ആ ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ 100 എന്നുള്ള വാല്യൂ അതിലേക്ക് അസൈൻ ചെയ്യുകയും ചെയ്തു. അത് പോസിബിളാണ്. അപ്പോൾ ഇൻറ്റ് ഫൈനൽ വാല്യൂ ഈക്വൽ ടു 100 പോസിബിളാണ്. ക്യാർ എസ് ഈക്വൽ ടു എക്സ്. എസ് എന്നുള്ള വാരിയബിളിന് എക്സ് എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു. അതുപോലെ ഡബിൾ ബാലൻസ് ഈക്വൽ ടു 75.84 ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ ഇനീഷ്യൽ വാല്യൂ അസൈൻ ചെയ്തു. ഓക്കെ, അതായത് ഇവിടെ ഇൻറ്റ് ഫൈനൽ വാല്യൂ. അപ്പോൾ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞ ഒരു വാരിയബിളിന് മെമ്മറി 2 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഫൈനൽ വാല്യൂ എന്നിട്ട് അതിൽ 100 എന്നുള്ള വാല്യൂ. അപ്പോൾ ആ മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ വാല്യൂ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് ക്യാർ എസ് എന്ന് പറഞ്ഞ വേരിയബിളിന് വേണ്ടി ഒരു 1 ബൈറ്റ് അലോക്കേറ്റ് ചെയ്യും. അതിൽ എക്സ് എന്നുള്ള ക്യാരക്ടർ ആ ഡിക്ലെയർ ചെയ്യുമ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ തന്നെ അതിൽ ആ എക്സ് എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് ഡബിൾ ബാലൻസ് ഈക്വൽ ടു 75.84 ബാലൻസ് എന്നുള്ള ഒരു വേരിയബിളിന് വേണ്ടി 4 ബൈറ്റ് അലോക്കേറ്റ് ചെയ്യും. ദെൻ ആ മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ 75.84 എന്നുള്ള ഒരു വാല്യൂ സ്റ്റോർ ചെയ്യും. Okay, then what is initialization? Initialization എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് ഓഫ് ഗിവിങ് ഇനീഷ്യൽ വാല്യൂ ടു എ വാരിയബിൾ. ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിന് ഫസ്റ്റ് ടൈം വാല്യൂ കൊടുക്കുന്നതിനെയാണ് ഇനീഷ്യലൈസേഷൻ. ഒരു വാരിയബിളിന് ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുന്നതും ആവാം, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടൈം ഒരു വാരിയബിളിന് വാല്യൂ കൊടുക്കുന്നതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ ഈക്വൽ ടു 10. ഇത് ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പാണ്. എക്ക് 10 വാല്യൂ, അല്ലെങ്കിൽ ഇൻറ്റ് എ ദെൻ എ ഈക്വൽ ടു, അത് കഴിഞ്ഞിട്ട് എ ഈക്വൽ ടു 10. രണ്ടും ഇനീഷ്യലൈസേഷനാണ്. എ ഈക്വൽ ടു 10 ഇനീഷ്യൽ വാല്യൂ, അസൈനിങ് ഇനീഷ്യൽ വാല്യൂ ടു എ വാരിയബിൾ, അതാണ് ഇനീഷ്യലൈസേഷൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരേ സ്റ്റേറ്റ്മെൻറ്റിൽ മൾട്ടിപ്പിൾ വാരിയബിൾസിന് സെയിം വാല്യൂ അസൈൻ ചെയ്യാം. നോക്കാം, പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു എസ് ഈക്വൽ ടു 0. പി ക്യൂ എസ് 3 വാരിയബിളിന് സെയിം വാല്യൂ കൊടുത്തിരിക്കുകയാണ്, 0 എന്നുള്ള വാല്യൂ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ കൊടുക്കുന്നത് ഇത് വാലിഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു മാക്സ്. ഇവിടെ മാക്സ് എന്ന് പറയുന്നത് ഒരു സിംബോളിക് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ പറഞ്ഞതാണ് എന്താണ് സിംബോളിക് കോൺസ്റ്റൻ്റ് എന്ന്.
അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ സിംബോളിക് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ഉണ്ടാവുക. അത് എത്രയാണെന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതൽ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പം മാക്സ് എന്ന് പറയുന്ന ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആഷ് ഡിഫൈൻ ആണ്. സിംബോളിക് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യാനുള്ള സിൻറ്റാക്സ് ആണ് ആഷ് ഡിഫൈൻ. മാക്സ് 10 സ്പേസ് 10. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എക്സ് വൈ സെഡ് ഈ 3 വേരിയബിളിലും മാക്സ് എത്രയാണ് 10 സ്റ്റോർ ചെയ്യും. ഓക്കെ, അതുപോലെ പി ഈക്വൽ ക്യൂ ഈക്വൽ എസ്, പി ക്യൂ ദെൻ എസ്, ഇതിൽ 3ലും എന്താ സ്റ്റോർ ചെയ്യുന്നത് 0, പി ക്യൂ എസ്. ഓക്കെ, ഇത് രണ്ടും വാലിഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം അങ്ങനെയാണ് ഒരു വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യാനുള്ള ഫസ്റ്റിലെ മാർഗ്ഗമാണ് യൂസിങ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ രീതിയാണ് റീഡിങ് ഡാറ്റ ഫ്രം കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തിട്ട് അത് വാരിയബിളിൽ സ്റ്റോർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് സ്കാൻഎഫ്. യൂസിങ് ദ സ്കാൻഎഫ് ഫങ്ഷൻ, റീഡിങ് ഡാറ്റ ഫ്രം കീവേഡ് യൂസിങ് scanf function. Okay, അതായത് another way of giving values to variables is to input data through keyboard using the scanf function. അപ്പം സ്കാൻഎഫ് ഫംഗ്ഷൻ്റെ ജനറൽ സിൻറ്റാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്കാൻഎഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോഡ്സിൻ്റെ ഉള്ളിൽ കൺട്രോൾ സ്ട്രിങ്, എന്താണ് കൺട്രോൾ സ്ട്രിങ് എന്ന് പറയാം, കോഡ്സിൻ്റെ ഉള്ളിലാണ് കൺട്രോൾ സ്ട്രിങ് കൊടുക്കേണ്ടത്, കോമ, കൺട്രോൾ സ്ട്രിങ് കോഡ്സ് ക്ലോസ് ചെയ്തിട്ട് കോമ, ആംപസൻഡ് വേരിയബിൾ നെയിം, ആംപസൻഡ് വേരിയബിൾ 1, കോമ, ആംപസൻഡ് വേരിയബിൾ 2, കോമ എക്സെട്ര, ലാസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. സിൻറ്റാക്സ് നമുക്കത് ഫോർ എക്സാമ്പിൾ സ്കാൻഎഫ് രണ്ട് വാല്യൂ ആണ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്നതെങ്കിൽ കോഡ്സിൻ്റെ ഉള്ളിൽ കൺട്രോൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് 2 ഇൻറ്റിജർ വാല്യൂ ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ 2% കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ, ദെൻ ഏത് വേരിയബിളിലേക്കാണോ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിൾ നെയിം. ഫോർ എക്സാമ്പിൾ എയിലേക്കാണ് നമ്മൾ കീബോർഡ് വഴി റീഡ് ചെയ്ത വാല്യൂ സ്റ്റോർ ചെയ്യുമെങ്കിൽ എ കൊടുക്കുക, ആംപസൻഡ് എ, കാരണം ആംപസൻഡ് എ, കോമ, നെക്സ്റ്റ് ഏത് വേരിയബിളിലേക്കാണ്, ഇപ്പോൾ ബിയിലേക്കാണെങ്കിൽ ആംപസൻഡ് ബി, സെമിക്കോളൻ. സ്കാൻഎഫ് കോഡ്സിൻ്റെ ഉള്ളിലാണ് കൺട്രോൾ സ്ട്രിങ്, നെക്സ്റ്റ് കോമ, ആംപസൻഡ് എ, കോമ, ആംപസൻഡ് ബി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ഓക്കെ, നെക്സ്റ്റ് ദ കൺട്രോൾ the control string contains the format of data being received. കൺട്രോൾ സ്ട്രിങ് സ്പെസിഫൈ ചെയ്യുന്നത് കീബോർഡ് വഴി റീഡ് ചെയ്യുന്ന ഡാറ്റയുടെ ഫോർമാറ്റ്, അതിൻ്റെ ഫോർമാറ്റാണ് ഈ കൺട്രോൾ സ്ട്രിങ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കീബോർഡ് വഴി നമ്മൾ റീഡ് ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ കൺട്രോൾ സ്ട്രിങ് %d ആണ്. ഫോർ ഇൻറ്റിജർ വേരിയബിളിൻ്റെ കൺട്രോൾ സ്ട്രിങ് %d. അപ്പോൾ കീബോർഡ് വഴി റീഡ് ചെയ്യുന്ന ഡാറ്റേൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ ടൈപ്പാണ് കൺട്രോൾ സ്ട്രിങ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റിജറിനാണെങ്കിൽ %d, ക്യാരക്ടർ ആണെങ്കിൽ %c ഫോർ ക്യാർ, ദെൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ %f ഫോർ ഫ്ലോട്ടിംഗ് പോയിൻറ്റിന് %f. അതാണ് കൺട്രോൾ സ്ട്രിങ് സ്പെസിഫൈ ദി ഫോർമാറ്റ് ഓഫ് ഡാറ്റ ബീയിങ് റിസീവ്ഡ്. അപ്പം ഇൻറ്റിജർ ആണ് റീഡ് ചെയ്യുന്നെങ്കിൽ %d, ക്യാരക്ടർ ആണെങ്കിൽ %c, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ %f. നെക്സ്റ്റ്
ആംബർസാൻഡ് വേരിയബിൾ 1 ആംബർസാൻഡ് വേരിയബിൾ 2 അതായത് കൺട്രോൾ സ്ട്രിങ് കഴിഞ്ഞിട്ട് നമ്മൾ കീബോർഡ് വഴി റീഡ് ചെയ്ത ഡാറ്റ ഏത് വേരിയബിളിലേക്കാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആംബർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ 1ൻ്റെ അഡ്രസ്സ് ഇവിടെ കിട്ടും. ആംബർസാൻഡ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എത്ര വേരിയബിളിലേക്കാണ് രണ്ട് വേരിയബിളിലേക്ക് രണ്ട് വാല്യൂ റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിളിൻ്റെ അഡ്രസ്സ് അവിടെ സ്പെസിഫൈ ചെയ്യണം. അതാണ് ദ ആംബർസാൻഡ് സിംബൽ സ്പെസിഫൈ ദ വേരിയബിൾ നെയിംസ് അഡ്രസ്. ഓക്കെ, അതായത് എക്സാമ്പിൾ സ്കാൻ ഓഫ് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് സ്റ്റോറേജ് സ്കാൻ ഓഫ് %d, ആംബർസാൻഡ് നമ്പർ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാമിൽ വരുമ്പോൾ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും, സ്കാൻ ഓഫിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ കീബോർഡിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ കിട്ടി നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ റിട്ടേൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ റീഡ് ചെയ്ത വാല്യൂ ഈ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഈ നമ്പർ എന്ന് പറയുമ്പോൾ കീബോർഡ് വഴി നമ്മൾ 15 കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ 15 എന്ന് 15 എന്നുള്ള വാല്യൂ നമ്പർ എന്ന് പറഞ്ഞ ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം വെൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എൻകൗണ്ടേർഡ് ബൈ ദി കമ്പ്യൂട്ടർ ദ എക്സിക്യൂഷൻ സ്റ്റോപ്സ്. സ്കാൻ ഓഫ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് വെയിറ്റ് ഫോർ ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ നമ്പർ ടു ബി ടൈപ്ഡ് ഇൻ. പിന്നെ കീബോർഡിൽ നിന്ന് ആ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഒരു വാല്യൂ ടൈപ്പ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യും. ആ വാല്യൂ കീബോർഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഒരു പ്രോഗ്രാം കാണിക്കാം. വോയിഡ് മെയിൻ ഓക്കെ, വോയിഡ് മെയിന് ബ്രേസ് ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇൻറ്റ് എ ബി ആൻഡ് ഒരു ക്യാർ വാല്യൂ ഉണ്ട്, ക്യാർ സി. Okay, then printf enter values to a, b and c. Then സ്കാനഫ് നമ്മൾ എയിലേക്ക് ബിയിലേക്ക് സിയിലേക്ക്. അപ്പം എന്ത് വാല്യൂ റീഡ് ചെയ്യുന്നത്? എയും ബിയും ഇൻറ്റിജറാണ്. അപ്പോൾ രണ്ട് വാല്യൂ ഇൻറ്റിജറാണ്. അപ്പോൾ കൺട്രോൾ സ്ട്രിങ് ഫസ്റ്റത്തെ വാല്യൂവിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് സ്പെസിഫൈ ചെയ്യാം. ഫസ്റ്റത്തേന് %d. രണ്ടാമതും ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് ബിയിലേക്ക് റീഡ് ചെയ്യേണ്ടത്, അപ്പോൾ അതിനും %d. മൂന്നാമത്തെ സി എന്ന് പറഞ്ഞാൽ ഒരു ക്യാർ ആണ്, അപ്പോൾ അതിന് %c. 3 വാല്യൂ. അപ്പം 3 കൺട്രോൾ സ്ട്രിങ്. നെക്സ്റ്റ് ആ കോട്ടേഷൻ ക്ലോസ് ചെയ്യുക, കോമ. ഇനി അഡ്രസ് ഓഫ് ദ വേരിയബിൾസ്, അതായത് എയുടെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആംബർസാൻഡ് ഫസ്റ്റത്തെ വാല്യൂ എയിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്, ആംബർസാൻഡ് എ. നെക്സ്റ്റ് കോമ ആംബർസാൻഡ് ബിയുടെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് കോമ ആംബർസാൻഡ് സി. ഓക്കെ, സെമിക്കോളൻ. ഇനി ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടോ, എന്തൊക്കെയാണ് എ ബി കൊണ്ട് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അത്രയും കാണിക്കുന്നുള്ളൂ. ലാസ്റ്റ് ബ്രേസ്, ഈ ഓപ്പൺ ചെയ്ത ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് മെയിനിലാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇൻറ്റ് എ, ബി കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് എക്ക് വേണ്ടിയിട്ട് ഒരു 2 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും, ബിക്ക് വേണ്ടിയിട്ടും ഒരു 2 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്യാർ സി എന്ന് കാണുമ്പോൾ സിക്ക് വേണ്ടിയിട്ട് ഒരു 1 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് പ്രിൻ്റ് ഓഫ് എൻ്റർ വാല്യൂസ് ടു എ, ബി ആൻഡ് സി. അപ്പോൾ മോണിറ്ററിൽ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും, എൻ്റർ വാല്യൂസ് ടു എ, ബി ആൻഡ് സി എന്ന് കാണിക്കും. അത് എഴുതാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഔട്ട്പുട്ട് മോണിറ്ററിൽ ഇങ്ങനെ കാണിക്കും, എൻ്റർ വാല്യൂസ് ടു എ, ബി
ആൻഡ് സി എന്ന് കാണിക്കും. എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ആവും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്കാൻഎഫ് ആണ്. അപ്പോൾ സ്കാൻഎഫ് കാണുമ്പോൾ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ആവും. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇനി കീബോർഡിൽ നിന്ന് 3 വാല്യൂസ് കിട്ടണം. ഫസ്റ്റ് നമ്മൾ കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു 15 എന്നുള്ള വാല്യൂ ആണെങ്കിൽ ആ വാല്യൂ എയിൽ സ്റ്റോർ ചെയ്യും. പിന്നെയും എക്സിക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യില്ല, വെയിറ്റ് ചെയ്യും. അടുത്ത വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം വെയിറ്റ് ചെയ്യും. ഇപ്പോൾ അടുത്തത് നമ്മൾ 20 എന്ന് കൊടുത്ത് കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ 20 ബിയിൽ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഒരു എ എന്ന് പറഞ്ഞ ക്യാരക്ടർ കീബോർഡ് വഴി കൊടുക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ സിയിലും സ്റ്റോർ ചെയ്യും. ദെൻ പിന്നെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ ഇവിടെ കൊടുത്തിട്ടുള്ളത്, സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചിട്ടില്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് സ്കാൻഎഫ് യൂസ് ചെയ്തുകൊണ്ട്, സ്കാൻഎഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് കീബോർഡ് വഴി വാല്യൂസ് റീഡ് ചെയ്തിട്ട് വാരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അസൈനിങ് വാല്യൂസ് ടു വാരിയബിൾസിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യാൻ 2 രീതിയാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് യൂസിൻ്റെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, രണ്ടാമത്തത് യൂസർ അടുത്ത് നിന്ന് ഇൻപുട്ടായിട്ട് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യുക യൂസിങ് ദി സ്കാൻഎഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ.